ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് സൈമൺ കമ്മീഷനെ കുറിച്ചാണ്. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. 1927 നവംബറിലാണ് രൂപം കൊള്ളുന്നത്. സൈമൺ കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൾഡ്വിൻ. ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. വിശേഷണം ഓൾ വൈറ്റ് കമ്മീഷൻ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ രൂപീകരണ സമയത്ത് ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബിർക്കൻ ഹെഡ് പ്രഭു. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 7. സൈമൺ കമ്മീഷൻ്റെ ചെയർമാൻ ജോൺ സൈമൺ. സൈമൺ കമ്മീഷൻ അംഗമായതിനു ശേഷം പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യൻ ജനത സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചു. കാരണം സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് യൂസഫ് മെഹ്റലി. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ ലാത്തിചാർജിൽ മരണപ്പെട്ട നേതാവ് ലാല ലജ്പത് റായ്. ലാത്തിചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ. ജോൺ സാൻഡേഴ്സനെ വധിച്ചത് ഭഗത് സിംഗ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാല ലജ്പത് റായ്. വന്ദേ മാതരം എന്ന പത്രം ഉറുദു ഭാഷയിൽ ആരംഭിച്ചത് ലാല ലജ്പത് റായ്. വന്ദേ മാതരം എന്ന പത്രം ഇംഗ്ലീഷിൽ ആരംഭിച്ചത് ബിപിൻ ചന്ദ്രപാൽ. വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് മാഗസിൻ ആരംഭിച്ചത് മാഡം ഭിക്കാജി കാമ. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാല ലജ്പത് റായ്. ആസ്ഥാനം ന്യൂഡൽഹി. സൈമൺ കമ്മീഷനെതിരെ മദ്രാസിൽ പ്രകടനം നടത്തിയ വ്യക്തിയാണ് ടി പ്രകാശം. ആന്ധ്ര കേസരി ടി പ്രകാശം. 1953 ഒക്ടോബർ 1 ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശം. 1921 ഒറ്റപ്പാലത്തു വച്ചു നടന്ന KPCCയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ ടി പ്രകാശം. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയത് 1929 മാർച്ച് 3. 1930 മെയ് 27 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.